ഇപ്പോൾ ചെന്താമര കേസിലെ വിധി പറയാനായി കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. സജിത കൊലപാതക കേസിൽ ഇന്ന് ചെന്താമരയുടെ ശിക്ഷാവിധി ഉണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കൽപ്പിച്ചത്. അതിനുശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ചെന്താമര എത്തിച്ചിരിക്കുന്നു. സമയമായി, കോടതിയിലൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് പോലീസുകാരും പറഞ്ഞത്. ആ കൊലപാതകയിൽ നിന്നും ഒരു വാക്കുപോലും കേൾക്കേണ്ട ആവശ്യവുമില്ല. സത്യത്തിൽ അത്രയും ക്രൂരമായ കൊലപാതകം ചെയ്ത ആളാണ്. ഇയാളെ പേടിച്ച് ഇയാൾക്കെതിരെ സാക്ഷി പറഞ്ഞ ഒരു സ്ത്രീ നാട് വിട്ടുപോകുന്ന സ്ഥിതി വരെ ഉണ്ടായതാണ്. ആ നാട്ടുകാർക്ക് മുഴുവൻ ഭയം വിതച്ചുകൊണ്ടാണ് ഇയാൾ അവിടെ ജീവിച്ചു വന്നിരുന്നത്. അങ്ങോട്ടേക്ക് കയറരുത് എന്ന നിർദ്ദേശം പോലും മറികടന്ന് പോലീസിന്റെ ഒരു ശ്രദ്ധ കൊണ്ടുകൂടിയാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എന്തായാലും അധികം താമസിയാതെ തന്നെ ചെന്താമരയ്ക്കുള്ള ശിക്ഷ എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയും. വധശിക്ഷ തന്നെ നൽകണമെന്നാണ് സജിതയുടെ മക്കളൊക്കെ കഴിഞ്ഞ ദിവസം, അതായത് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചപ്പോൾ മക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടാണ്. രണ്ട് പെൺകുട്ടികളുടെ കരച്ചിലും അന്നത്തെ അവരുടെ ഒരു ഭയപ്പാടുമൊക്കെ എല്ലാ മലയാളികളും കണ്ടിട്ടുള്ളതാണ്. ആ നാട്ടുകാർ മുഴുവൻ പേടിച്ചു വരച്ചാണ്. സത്യത്തിൽ അയാൾക്കെതിരെ ഉള്ള കാര്യങ്ങൾ പറയാൻ പോലും ഒരു ഭയമായിരുന്നു ആളുകൾക്ക്. അതുകൊണ്ടാണ് സാക്ഷി പറഞ്ഞവർ പോലും ഇയാളെങ്ങനെ പുറത്തിറങ്ങുമോ എന്നൊരു ഭയം കൊണ്ട് നാട് വിട്ടുപോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായതാണ്. എന്തായാലും കോടതി ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടുണ്ട്. ശിക്ഷാവിധി അല്പസമയത്തിനകം ഉണ്ടാകും. നമുക്ക്